മക്കളുടെ ബർത്ത്ഡേ ആയിരുന്നു നവംബർ 12-ന്. ഒരു ബർത്ത്ഡേ വ്ളോഗൊക്കെ എടുക്കണമെന്ന് കരുതിയായിരുന്നു, പക്ഷേ അതിനൊന്നും പറ്റിയില്ല. ഇതിപ്പോൾ ഒരു 4 ദിവസത്തെ വീഡിയോസ് എല്ലാം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഞങ്ങൾ ആദ്യം കുറച്ച് പർച്ചേസിനും കാര്യത്തിനും ലുലു മോളിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇപ്പോഴും തിരക്കിന് വലിയ കൺട്രോളൊന്നും വന്നില്ല. അപ്പോൾ കുട്ടികൾക്കായാലും അധികം നേരം അവിടെ നിൽക്കാൻ അത്ര കംഫർട്ടല്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ അവിടെയൊക്കെ നോക്കി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഗോകുലം മോളിലേക്കായിരുന്നു. സാധാരണ നമ്മളെപ്പോഴും ഓപ്റ്റ് ചെയ്യാറ് ട്രെൻഡ്സ് മാക്സ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഇത്തവണ അവിടെയും വലിയ കളക്ഷനൊന്നും ഇല്ലായിരുന്നു. കുറേ നോക്കി, പക്ഷെ എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഒന്നും കിട്ടിയില്ല. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്നൊരു ഹോട്ട് ചോക്ലേറ്റൊക്കെ കഴിച്ചു. കുറച്ച് നേരം അവിടേക്ക് ഒന്ന് കറങ്ങിയതിന് ശേഷം നേരെ നമ്മൾ ഏറ്റവും അവസാനം എപ്പോഴും എത്തിപ്പെടാറ് മിഠായിത്തെരുവിലാണ്. അപ്പോൾ അവിടേക്ക് തന്നെ പോയി. അവിടുന്ന് പക്ഷേ ഡ്രസ്സെല്ലാം ഒക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അറിയാമല്ലോ, മിഠായിത്തെരുവ് നല്ല റഷ് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളും വീഡിയോ എടുക്കലും എല്ലാം കൂടെ നമുക്ക് നടക്കില്ല. അതുകൊണ്ട് അതിന് ശേഷം ഞങ്ങൾ ഏകദേശം ഒരു 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഒരു 7:30 ആയിട്ടുണ്ട് ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിയുമ്പോഴേക്കും. അപ്പോഴേക്കും മക്കൾ രണ്ടുപേരും വിശന്ന് നന്നായിട്ട് സൈഡായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ മേഫ്ലവറിലേക്ക് പോയി. അവർക്ക് എപ്പോഴും മേഫ്ലവറിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ചിക്കൻ നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. അതുമാത്രമല്ല ഭയങ്കര ഒരു പ്രൈവസിയാണ് നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാനായിട്ട്. അത്ര നമുക്കൊരു വലിയൊരു ഭയങ്കര കംഫർട്ടായിരിക്കും അവിടുന്ന്. അത് തന്നെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത്തവണ ബർത്ത്ഡേ അങ്ങനെ സെലിബ്രേഷനായിട്ടൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ അവരുടെ ബർത്ത്ഡേൻ്റെ അന്ന് അവർ സ്കൂളിൽ നിന്ന് ടൂർ പോകുമായിരുന്നു. അതുകൊണ്ട് സാധാരണ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വരാറും ഞങ്ങൾ ചെറിയ രീതിയിലൊരു സെലിബ്രേഷനൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തവണ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബർത്ത്ഡേൻ്റെ 2 ദിവസം മുമ്പേ ജസ്റ്റ് എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടുന്ന് ഞങ്ങളൊരു കേക്കൊക്കെ കട്ട് ചെയ്തു, പായസമൊക്കെ വെച്ചു. ചെറിയ രീതിയിൽ ഞങ്ങൾ അവിടുന്ന് ഒന്ന് ആഘോഷിച്ചു. എല്ലാ തവണയും അമ്മ എല്ലാവരും വരുന്നതാണ്. അപ്പോൾ ഇത്തവണ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചുമ്മാ കുട്ടികൾക്കൊരു സന്തോഷമല്ലേ, അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ബർത്ത്ഡേൻ്റെ അന്ന് ഞാൻ പറഞ്ഞല്ലോ അവർ ടൂർ പോകാമെന്ന്. അപ്പം രാവിലെ തന്നെ എഴുന്നേൽപ്പിച്ച് 2 പേർക്ക് സാധാരണ ഞാൻ കുറേ തവണ വിളിച്ചാൽ അവർ എഴുന്നേൽക്കും. ഇന്ന് ടൂർ പോകുന്ന ദിവസമായതുകൊണ്ട് വിളിക്കേണ്ടി ഒന്നും വന്നില്ല. അവർ തന്നെ എഴുന്നേറ്റ് വന്നു. പോകാനുള്ളത് കൊണ്ട് തന്നെ അവരുടെ കുളിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. സാധാരണ സ്കൂളിലെ ദിവസമാണെങ്കിൽ ഞാൻ എത്ര തവണ പറഞ്ഞാലും അവർക്ക് ഭയങ്കര മടിച്ചിരിക്കാറാണ്. അപ്പോൾ അവർ ടൂർ പോകുന്നത് കുറ്റിയാടിയുള്ള ആക്റ്റീവ് പ്ലാനറ്റിലേക്കാണ്. അതൊരു അഡ്വഞ്ചർ പാർക്കാണ്. അപ്പോൾ യൂണിഫോം കമ്പൽസറിയാണ്. അതുകൊണ്ട് കളർ ഡ്രസ്സൊന്നും ഇട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഫുൾ യൂണിഫോം ആയിരുന്നു അന്ന്. അപ്പോൾ രാവിലെ 8 മണിയാകുമ്പോഴേക്കും സ്കൂളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ വേഗം ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ് വേഗം നേരെ സ്കൂളിലേക്ക് പോയി. അങ്ങനെ കറക്റ്റ് ടൈമിൽ തന്നെ ഞങ്ങൾ സ്കൂളിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവരവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയായി. പിന്നെ അവർ ഓരോ ക്ലാസ് വൈസ് ക്യൂ നിർത്തി പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 7 മണി ആ സമയമൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരുടെ ഗ്രൂപ്പിൽ വന്നൊരു കുട്ടി വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും കിട്ടിയിട്ടില്ല. കാരണം ഇവർ കുറേ കുട്ടികളില്ലേ, അപ്പോൾ ഇവരെ മാത്രം ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കാൻ പറയാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ടൂർ എന്തായാലും അവരടിച്ചു പൊളിച്ചു. അവരെത്താൻ രാത്രി 7:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനായിരുന്നു അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. 2 പേരും എന്തായാലും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഒരാൾക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നു, പക്ഷേ എന്തോ ഭാഗ്യത്തിന് അവർക്ക് വോമിറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നന്നായിട്ട് വിശന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്ഥിരം അവർ ഓപ്റ്റ് ചെയ്യുന്ന സ്ഥലം തന്നെ നമ്മൾ മേഫ്ലവറിൽ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. കാരണം ഇനി പ്രത്യേകിച്ച് നമുക്കിന്ന് പരിപാടിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ കരുതിയാണ് നമ്മൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചത്. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ 2 സിസ്റ്റേഴ്സ് സർപ്രൈസായിട്ട് കേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ടൂറൊക്കെ കഴിഞ്ഞ് അവർ വരാൻ ലേറ്റ് ആവും എന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു നമ്മൾ അന്ന് പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് കരുതിയത്. പക്ഷേ ഇവർ വന്നപ്പോൾ എന്തായാലും ഒരു കുട്ടി സെലിബ്രേഷൻ തന്നെയായി. എന്തായാലും മക്കൾ ഹാപ്പിയായി. പക്ഷേ അവർ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ ഇവരൊക്കെ പോകുന്നതിന് മുമ്പേ അവർ ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ടൂറൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് സ്കൂളിലേക്ക് നമ്മൾ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് രാവിലെ ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഉണ്ടാക്കി സ്കൂളിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ അവരുടെ സ്കൂളിൽ കുട്ടികൾക്ക് സ്വീറ്റ്സ് ഒന്നും കൊടുക്കാൻ പാടില്ല, ഇറേസർ, പെൻസിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് ഓൺലൈനിൽ കുറച്ച് പെൻസിലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ടീച്ചേഴ്സിന് കൊടുക്കാനായിട്ട് കുറച്ച് പെന്നും. അപ്പോൾ നമ്മളതൊക്കെ അറേഞ്ച് ചെയ്ത് എടുത്ത് വെക്കുകയാണ് കൊണ്ടുപോകാനായിട്ട്. ടൂറൊക്കെ കഴിഞ്ഞ് വന്ന ക്ഷീണത്തിൽ അവർക്ക് അതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും രാവിലെ തന്നെ അതും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഓരോ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം റെഡിയാക്കി. അപ്പോൾ ഇതായിരുന്നു അവരുടെ ബർത്ത്ഡേൻ്റെ ഔട്ട്ഫിറ്റ്. നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇടാനായിട്ട് വേറെയും ഉണ്ടായിരുന്നു, ഗിഫ്റ്റ് കിട്ടിയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതായിരുന്നു സ്കൂളിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.